രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി ഇന്ന് അയോധ്യയിലെത്തും. അയോധ്യ വിമാനത്താവളത്തിന്റെയും അയോധ്യാധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെയും ഉദ്ഘാടനം നരേന്ദ്രമോദി നിർവഹിക്കും. അയോധ്യയിലേക്കുള്ള പുതിയ റോഡുകളുടെ ഉദ്ഘാടനവും അയോധ്യ ഗ്രീൻഫീൽഡ് ടൗൺഷിപ്പിന്റെ ശിലാസ്ഥാപനവും നടത്തും. 11,100 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് തുടക്കമിടും. 4,600 കോടി രൂപയുടെ മറ്റ് വികസന പദ്ധതികളും ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. 2 പുതിയ അമൃത് ഭാരത് തീവണ്ടികളും 6 വന്ദേ ഭാരത് എക്സ്പ്രസുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ ക്ഷേത്രവും വികസനവും രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കുക എന്നതാണ് BJPയുടെ പരമപ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിനായി അയോധ്യയിലെത്തുന്നവർക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. വിമാനത്താവളം മാതൃകയിൽ തീർത്തിരിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ അയോധ്യാധാം എന്നാണ് അറിയപ്പെടുക. 3 നിലകളിലായിട്ടുള്ള സ്റ്റേഷൻ കെട്ടിടത്തിൽ ഒരു നില മുഴുവൻ താമസ സൗകര്യം ഒരുക്കാനാണ് നീക്കിവെച്ചിരിക്കുന്നത്. ഷോപ്പിംഗ് സെന്റർ, ഇൻഫന്റ് കെയർ സെന്റർ, അത്യാധുനിക ക്ലോക്ക് റൂമുകൾ തുടങ്ങി നിരവധി സജ്ജീകരണങ്ങളാണ് ഈ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. അയോധ്യ രാമക്ഷേത്ര പ്രാൺ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ജനുവരി 30-ന് അയോധ്യ വിമാനത്താവളവും തുറക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും രാജ്യത്തിന് സമർപ്പിക്കുക. വന്ദേ ഭാരതിന് ശേഷം ഇന്ത്യൻ റെയിൽവേ സാധാരണക്കാർക്കായി അവതരിപ്പിക്കുന്ന അമൃത് ഭാരത് അതിവേഗ സ്ലീപ്പർ ട്രെയിനുകളുടെ സർവീസ് ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. അയോധ്യ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ അയോധ്യ രാമക്ഷേത്ര മാതൃകയിൽ നവീകരിച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അയോധ്യ ധാം എന്ന പുതിയ പേരിലായിരിക്കും അറിയപ്പെടുക. യാത്രക്കാർക്കായി അത്യാധുനിക സൗകര്യങ്ങളാണ് അയോധ്യ ധാം സ്റ്റേഷനിൽ ഒരുക്കിയിരിക്കുന്നത്. വിമാനത്താവള മാതൃകയിലാണ് സ്റ്റേഷനുള്ളത്. അയോധ്യ ജംഗ്ഷൻ സ്റ്റേഷന്റെ പേര് അയോധ്യ ധാം എന്നാക്കുമെങ്കിലും സ്റ്റേഷന്റെ കോഡിൽ മാറ്റം വരില്ല. AY എന്ന കോഡിൽ തന്നെ ആയിരിക്കും റിസർവേഷനും മറ്റു കാര്യങ്ങളും ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് ആശയക്കുഴപ്പമുണ്ടാകേണ്ട കാര്യമില്ലെന്ന് റെയിൽവേ അറിയിച്ചു. ഉത്തർപ്രദേശ് സർക്കാരിന്റെ ശുപാർശ പരിഗണിച്ചാണ് പേരുമാറ്റം. 2 വർഷം കൊണ്ടാണ് റെയിൽവേ സ്റ്റേഷൻ നവീകരണം പൂർത്തിയാക്കിയത്. റെയിൽ ഇന്ത്യ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് സർവീസ് എന്ന റൈറ്റ്സിനായിരുന്നു ചുമതല. റെയിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് റൈറ്റ്സ്. റെയിൽവേയുടെ വൻകിട നിർമ്മാണങ്ങൾ റൈറ്റ്സ് ആണ് നടത്തുന്നത്. രാജ്യത്ത് മറ്റു റെയിൽവേ സ്റ്റേഷനുകൾ സാധാരണമല്ലാത്ത അത്യാധുനിക സൗകര്യങ്ങളാണ് അയോധ്യാധാം സ്റ്റേഷനിൽ ഒരുക്കിയിരിക്കുന്നത്. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ രാജ്യാന്തര നിലവാരത്തിൽ അമൃത് സ്റ്റേഷനുകളായി പുനർനിർമ്മിക്കുമ്പോൾ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞ സൗകര്യങ്ങൾ അയോധ്യാധാമിൽ ഉണ്ടാകുമെന്ന് സാരം. 3 ഘട്ടങ്ങളിലായാണ് റെയിൽവേ സ്റ്റേഷൻ വികസനം പൂർത്തിയാക്കുക. ഉദ്ഘാടനത്തിന് മുന്നോടിയായി ആദ്യഘട്ടമാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ശിശു പരിചരണ കേന്ദ്രമാണ് സൗകര്യങ്ങളിൽ പ്രധാനപ്പെട്ടത്. കൊച്ചുകുട്ടികളുടെ ആരോഗ്യ പരിചരണത്തിന് മുഴുവൻ സമയ ഡോക്ടർമാരുടെ സേവനമടക്കം ഇവിടെ ഉറപ്പാക്കും. യാത്രക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ വീഴ്ച മൂലമുള്ള പരിക്കുകളോ ഉണ്ടായാൽ വൈദ്യസഹായം തേടാനുള്ള സിക്ക് റൂമാണ് മറ്റു സജ്ജീകരണം. പാസഞ്ചർ ഫെസിലിറ്റീസ് ഡെസ്ക്, ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്റർ എന്നിവ പൂർണ്ണ സമയവും പ്രവർത്തിക്കും. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആധ്യാത്മിക കാര്യങ്ങൾ, സമീപത്തുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്നിവയുടെ വിശദാംശങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കും. 3 നിലകളിലായുള്ള സ്റ്റേഷന്റെ താഴത്തെ നിലയിലാണ് ഇവ രണ്ടും സജ്ജീകരിച്ചിരിക്കുന്നത്. അത്യാധുനിക ക്ലോക്ക് റൂം, കാത്തിരിപ്പ് കേന്ദ്രം, സ്റ്റെയർ കേസുകൾ, എസ്കലേറ്ററുകൾ, ലിഫ്റ്റുകൾ എന്നിവയും വിവിധ ഭാഗങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ നിലകളിലും ഫയർ എക്സിറ്റുകളുമുണ്ട്. സ്റ്റേഷനിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുക്കിയിരിക്കുന്ന വിശാലമായ കോൺകോഴ്സ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലുതായിരിക്കും. 3 ഘട്ടങ്ങളും പൂർത്തിയായി കഴിയുമ്പോൾ 7,200 ചതുരശ്ര മീറ്റർ വിസ്താരമുള്ളതായിരിക്കും കോൺകോഴ്സ്. അയോധ്യയിലെത്തുന്നവർക്ക് ട്രെയിൻ ഇറങ്ങിയാൽ താമസ സൗകര്യത്തിനും പുറത്തു പോകേണ്ടി വരില്ല. 1-ാം നിലയിൽ വിവിധതരം ഡോർമെട്രികൾ ഒരുക്കിയിട്ടുണ്ട്. വിശ്രമമുറികളുമുണ്ട്. സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേക ഡോർമെട്രികളുണ്ടാകും. AC മുറികളും സജ്ജീകരിച്ചിട്ടുണ്ട്. റെയിൽവേ ജീവനക്കാർക്കും പ്രത്യേകം സജ്ജീകരിച്ച വിശ്രമ താമസ സൗകര്യങ്ങൾ സ്റ്റേഷനിൽ തന്നെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. 1-ാം നിലയിൽ തന്നെ ഫുഡ് പ്ലാസയും വെയിറ്റിംഗ് ഹാളും ഉണ്ടായിരിക്കും. ശൗചാലയങ്ങളും ഇവിടെ തന്നെയാണ്.
യാത്രക്കാർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ കിട്ടുന്ന ചെറിയൊരു ഷോപ്പിംഗ് സെന്ററും ഇവിടെ ഉണ്ടാകും. താമസ സംവിധാനങ്ങളിലും ശൗചാലയങ്ങളിലും ഭിന്നശേഷിക്കാർക്കുള്ള സൗകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട്. രാമക്ഷേത്ര മാതൃകയിൽ തന്നെയാണ് അയോധ്യയിലെ റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും. ക്ഷേത്രത്തിനായി ശിലകളെത്തിച്ച രാജസ്ഥാനിലെ ഭരത്പൂരിലുള്ള ബാൻസി പഹർപൂരിൽ നിന്നുള്ള ശിലകളാണ് സ്റ്റേഷന്റെയും വിമാനത്താവളത്തിന്റെയും നിർമ്മാണത്തിനും ഉപയോഗിച്ചത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക നഗരങ്ങളിൽ നിന്നും അയോധ്യാധാമിലേക്ക് നേരിട്ട് സർവീസ് ഉണ്ടാകും. പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിന് എത്തുന്നവർക്കായി 1000 സർവീസുകൾ നടത്തും. ഡൽഹി ആനന്ദ് വിഹാറിൽ നിന്ന് പ്രത്യേക വന്ദേ ഭാരത് സർവീസുകളും നടത്തും. 100 ദിവസം ഈ സർവീസുകൾ തുടരും. മിക്ക സർവീസുകളും അതിനുശേഷവും ഉണ്ടാകുമെന്നാണ് റെയിൽവേയിൽ നിന്ന് ലഭിക്കുന്ന സൂചന. മുംബൈ, ചെന്നൈ, ബംഗളൂരു, പൂനെ, കൊൽക്കത്ത, നാഗ്പൂർ, ലക്നൗ, ജമ്മു എന്നിവിടങ്ങളിൽ നിന്നായിരിക്കും ഭൂരിഭാഗം സർവീസുകളും. സംഘമായെത്തുന്ന വിശ്വാസികൾക്കായി ചാർട്ടർ ചെയ്ത ട്രെയിനുകളും റെയിൽവേ അനുവദിക്കും. വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ അയോധ്യയിലേക്ക് കൂടുതൽ ഓടിക്കാനാണ് റെയിൽവേ പദ്ധതിയിട്ടിരിക്കുന്നത്. 1000-ലേറെ ട്രെയിനുകളിലായി ദശലക്ഷക്കണക്കിന് വിശ്വാസികളായിരിക്കും അയോധ്യ റെയിൽവേ സ്റ്റേഷനിലെത്തുക. യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ റെയിൽവേ ജീവനക്കാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാപ്പകൽ വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങളിലാണ്. ഇവിടെ തിരുനെല്ലി അയോധ്യയിൽ നിന്നുള്ള കാഴ്ചകൾ. അയോധ്യയിലെത്തുന്ന ആളുകൾക്ക് വിപുലമായിട്ടുള്ള താമസ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ടെന്റ് സിറ്റികളിലായി 10,000-കണക്കിന് പേർക്കാണ് വിവിധ ശ്രേണികളിലുള്ള മുറികൾ ഒരുക്കുന്നത്. ഇത്തരത്തിലുള്ള സംവിധാനം രാജ്യത്ത് തന്നെ ആദ്യമാണ്. ഇവിടെ ഭാരതീയ തനിമയുള്ള ഭക്ഷണ വിഭവങ്ങളും വിളമ്പും. ഇനി അയോധ്യയിലേക്ക് വിശ്വാസികളുടെയും സഞ്ചാരികളുടെയും പ്രവാഹമായിരിക്കും. വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും നാടിന് സമർപ്പിക്കുന്നതോടെ രാമക്ഷേത്രം കാണാനും ദർശനം നടത്താനും എത്തുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത വിധമുള്ള സജ്ജീകരണങ്ങളാണ് അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി ഒരുക്കുന്നത്. അയോധ്യപുരിയിൽ നിരവധി ഹോട്ടലുകളും ടെന്റ് സിറ്റികളും ഒരുങ്ങിക്കഴിഞ്ഞു. രാജ്യത്തിന്റെ തനിമയുള്ള ഭക്ഷണ വിഭവങ്ങൾ വിളമ്പാനും വരുന്നവർക്ക് സുഖകരമായ താമസമൊരുക്കാനും ഇവർ മത്സരിക്കുകയാണ്. അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി നേരിട്ട് തന്നെ നടത്തിയ ശ്രമങ്ങളുടെ ഫലമായാണ് ടെന്റ് സിറ്റികൾ പൂർത്തിയായത്. സരയൂ നദിക്കരയിൽ വരെ താമസത്തിന് അവസരം നൽകുന്നതാണ് ഇവ. ശ്രമഫലമായി സരയൂ നദിക്കരയിൽ താമസിക്കാനുള്ള അവസരവും സജ്ജമായി. അയോധ്യയിലൊരുക്കുന്ന ടെന്റ് സിറ്റികൾ പുതിയൊരു പരീക്ഷണമാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് അയോധ്യപുരി ഒരുങ്ങുന്നത്. നഗരം എങ്ങനെയാകണമെന്ന ആശയം ആവിഷ്കരിച്ചതും നിർദ്ദേശങ്ങൾ നൽകിയതും യോഗിയാണ്. അയോധ്യയുടെ ആധ്യാത്മിക ചൈതന്യം പൂർണ്ണമായി അനുഭവിക്കാനാവുന്ന തരത്തിൽ പ്രകൃതിയെ നശിപ്പിക്കാതെയുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് നഗരവികസനത്തിൽ നടപ്പാക്കിയത്. അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ടെന്റ് സിറ്റികളിൽ ഡബിൾ ഒക്യുപ്പൻസി ലക്ഷറി, സെമി ലക്ഷറി സ്യൂട്ടുകളാണ് തയ്യാറായിരിക്കുന്നത്. 1000-കണക്കിന് പേർ സന്ദർശനത്തിനെത്തിയാലും താമസ സൗകര്യത്തിനായി ബുദ്ധിമുട്ടേണ്ടി വരില്ലെന്നാണ് അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി പറയുന്നത്. ന്യൂ ഗ്രാൻഡ് അയോധ്യയിലേക്ക് തീർത്ഥാടക സഹസ്രങ്ങളെ ഊഷ്മളമായി വരവേൽക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ അയോധ്യയിലെത്തും. രാമക്ഷേത്ര പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് ജനുവരി 22-നാണെങ്കിലും ജനുവരി 16 മുതൽ വിശ്വാസികളെയും സന്ദർശകരെയും അയോധ്യയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അയോധ്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ശ്രീ റാം മന്ദിർ തീർത്ത് ക്ഷേത്ര ട്രസ്റ്റും അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റിയും ചേർന്നാണ് ടെന്റ് സിറ്റികൾ ഒരുക്കുന്നത്. മജാഗുപ്തർ ഘട്ടിൽ 20 ഏക്കറിൽ ആണ് ഒരു ടെന്റ് സിറ്റി ഒരുങ്ങുന്നത്. 1000-കണക്കിന് ആളുകളെ ഇവിടെ താമസിപ്പിക്കാനാകും. ബ്രഹ്മകുണ്ടിൽ 35 ടെന്റുകളാണ് ഒരുക്കിയിരിക്കുന്നത്. രാംകഥാ പാർക്കിൽ 30 ടെന്റുകളുടെ മറ്റൊരു ടെന്റ് സിറ്റിയും ഒരുങ്ങുന്നുണ്ട്. ബാഗ് ബൈജൻസിയിൽ റാം മന്ദിർ തീർത്ത് ക്ഷേത്ര ട്രസ്റ്റ് 25 ഏക്കറിലാണ് ടെന്റ് സിറ്റി തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെയും 1000-കണക്കിന് പേർക്ക് താമസ സൗകര്യം ഉണ്ടാകും. കർസേവക്പുരം, ശ്രീ മണിറാം ദാസ് ചാവ്നി എന്നിവിടങ്ങളിലെല്ലാം ജനുവരി ആദ്യവാരത്തോടെ ടെന്റ് സിറ്റികൾ പൂർത്തിയാകും. ഇവിടെയെല്ലാം ഭാരതീയ ഭക്ഷണ പാരമ്പര്യം വിളിച്ചോതുന്ന വിഭവങ്ങളായിരിക്കും വിളമ്പുക. ടെന്റ് സിറ്റികളിൽ ഹെറിറ്റേജ് കോട്ടേജ് സ്റ്റേ ഫീൽ നൽകാനാണ് അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ പദ്ധതി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്ഷണ വിഭവങ്ങളും ഇവിടെ ലഭിക്കും. ഓരോ സ്ഥലത്ത് നിന്ന് വരുന്നവർക്ക് അവരുടെ നാട്ടിലെ ഭക്ഷണം ലഭ്യമാക്കാനും പദ്ധതിയുണ്ട്. അവധി, ബനാറസ് രീതിയിലെ ഭക്ഷണത്തിനായിരിക്കും പ്രാമുഖ്യം. അയോധ്യയിലെത്തുന്നവർ ആ നാടിന്റെ ഭക്ഷണം കഴിക്കാൻ താല്പര്യം കാണിക്കുമെന്ന കണക്കുകൂട്ടലാണ് ഇത്.
ബ്രഹ്മകുണ്ടിലെയും രാംകഥാ പാർക്കിലെയും ടെന്റ് സിറ്റികൾ സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് പൂർത്തിയാക്കിയത്. ഡിസംബർ 1 ബ്രഹ്മകുണ്ടിലെ ടെന്റ് സിറ്റി പ്രവർത്തന സജ്ജമായിരുന്നു. നിലവിൽ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം കാണാനെല്ലാമായി എത്തിയ ചിലർ ഇവിടെ താമസിക്കുന്നുണ്ട്. മില്ലറ്റ് ഡിഷുകളും റോട്ടികളും അടക്കമുള്ള ഭക്ഷണമാണ് ഇവിടെ വിളമ്പുന്നത്. കശ്മീരി വിഭവമായ മാക്കി കി റോട്ടി, സാർസോം കാ സാഗ് എന്നിവയും ബജ്ര റോട്ടിയും അയോധ്യയിലെ തനത് ഡിഷുകളും ഒരുക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്ഷണ വിഭവങ്ങൾ ഓരോ ടെന്റ് സിറ്റിയിലും ലഭ്യമാക്കും. പലതരം ടെന്റുകളാണ് ഓരോ സിറ്റിയിലുമുള്ളത്. നിലവാരത്തിനനുസരിച്ചാണ് ചാർജ്. ഇന്റീരിയറും മറ്റ് സൗകര്യങ്ങളും ഓരോ തിരക്കിനനുസരിച്ചും പ്രത്യേകമായി തയ്യാർ ചെയ്തതാണ്. മരത്തടിയിൽ തീർത്ത ടെന്റുകളാണ് പലതും. കസേരകൾ, സോഫകൾ, ഡൈനിങ് ലോഞ്ചുകൾ, റൂം ഹീറ്ററുകൾ, AC-കൾ, ഹൈസ്പീഡ് ഇന്റർനെറ്റ് എന്നിവയും ടെന്റുകളിലുണ്ട്. ഓപ്പൺ എയർ തിയേറ്റർ അടക്കമുള്ള പല സംവിധാനങ്ങളും ടെന്റ് സിറ്റികളിലുണ്ട്. ക്ഷേത്ര ദർശനത്തിനും സന്ദർശനത്തിനും വരുന്നവർക്ക് വിനോദത്തിനായി നിരവധി സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്. 10 വർഷം വരെ സുഗമമായി ഉപയോഗിക്കാവുന്ന വിധമാണ് ഓരോ ടെന്റും നിർമ്മിക്കുന്നത്. അയോധ്യ വലിയ അത്ഭുതങ്ങളാണ് ഓരോ സന്ദർശകർക്കായും ഒരുക്കിയിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകുന്നതോടെ അയോധ്യയിലേക്ക് തീർത്ഥാടകരുടെ ഒഴുക്കായിരിക്കുമെന്നാണ് കരുതുന്നത്. അതുകൊണ്ടുതന്നെ സന്ദർശകർ എത്തും മുമ്പ് അയോധ്യാപുരി പൂർണ്ണമായി സജ്ജമാക്കാനുള്ള ഒരുക്കത്തിലാണ് അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റി.